ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലില്ലാത്ത കൊട്ടൊക്കെ കളഞ്ഞ ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുക. കൊട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ. ഉള്ളി ഒരു 2-3 ഇട്ടാ ഗ്രേവി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വരും. 3 ഉള്ളി, മീഡിയം സൈസ് 3 ഉള്ളി ഇട്ടിട്ട് ഉള്ളി കൊടുക്കുമ്പോൾ ആ ഒരു ലെവലിൽ വരുന്നില്ല. കത്തി മുറിച്ച് പൊന്തുന്നതിനനുസരിച്ച് ഉള്ളി അതിനപ്പുറം വന്നോളൂ. അയ്യോ, ഞാനിപ്പോൾ കഴിക്കും. ഉള്ളി തന്നെ കറിയിട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഇടുക. ഒന്നല്ല, ഒരു 1.5 തക്കാളി ഇടുന്നുണ്ട്. തക്കാളിയുടെ പകുതി കൂടി ഇടും. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിടുന്നത്. എല്ലൂരി ചിക്കൻ മസാല, എല്ലില്ലാത്ത നമ്മുടെ ചിക്കൻ്റെ പീസില്ലേ, അത് മാത്രം ഇട്ടിട്ടാണ്, പുറത്തൊന്നുമില്ലാതെ. തക്കാളി റെഡിയായി. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഫ്രൈയുടെ മസാലയ്ക്ക് വേണ്ട ഉള്ളിയും തക്കാളി, വെളുത്തുള്ളി, പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ട് വരാം. കറിവേപ്പില ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതിയേ. ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ നല്ലതാണ്.
പകുതി ഏകദേശം ആയിട്ടുണ്ട് വഴറ്റിയിട്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളി പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാവേ. ഫ്ലെയിം ഒന്ന് അല്പം കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരൽപ്പം മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അല്പം ഒന്ന് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അത് അടുത്ത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കുറച്ചും കൂടി നല്ല ഫ്രൈ ആക്കി എടുത്താൽ അതിനേക്കാൾ ടേസ്റ്റ് കൂടും. ഇതിനകത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ഒരാളുടെ വേവിട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ റെഡിയായിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കണം. ഞാൻ പറഞ്ഞില്ലേതാ 1 സെക്കൻഡ് ഇളക്കാണ്ടിരിക്കുമ്പോഴത്തേക്ക് അടിച്ചു കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല നല്ല അടിപൊളി ഫ്രൈ ചെയ്ത് നല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി ആക്കാം കേട്ടോ. അത് നല്ല ചട്ടിയിൽ അടിക്ക് പിടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഈ അടിക്ക് പിടിക്കുന്ന ആ ഒരു ഗ്രേവി ഇല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് തന്നെ ഇപ്പോൾ കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രേവിയൊക്കെ ഒരു സ്പൂണ് വെച്ച് തുടച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാതെ സാധാരണ കരിഞ്ഞു പോയതല്ല കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.